നമസ്കാരം. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണൻ, എല്ലാം സഖാവാണല്ലോ പറഞ്ഞത് എന്റെ പൊന്നയ്യപ്പ. എൻ വിജയകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊടുത്ത മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടേയില്ല. എന്നോട് എ പത്മകുമാർ സഖാവ് എല്ലാത്തിലും ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ടു. ബോർഡംഗം ഒപ്പിടേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഒപ്പിട്ടു. ഈ ചെമ്പുപാളി കട്ടളപ്പാളി ഇളക്കി കൊണ്ടുപോകുന്നത്, ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ അകത്തെ സ്വർണം മാറ്റി കൊണ്ടുപോകുന്നത്, രുദ്രാക്ഷമാലയോ യോഗദണ്ഡോ എല്ലാം മാറ്റി കൊണ്ടുപോകുന്നത്, അതായത് സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയങ്ങളിലും ഒപ്പിട്ടത് ഞാൻ ഒപ്പിട്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ എല്ലാം സഖാവ് പറഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ എ പത്മകുമാർ സഖാവ് ഒരു പാവമായി നിന്ന് മാധ്യമങ്ങളോടും ജനങ്ങളോടും ഒക്കെ ഏതാനും നാളുകൾക്ക് മുമ്പ് അറസ്റ്റിലാകുന്നതിന് മുൻപ് പറഞ്ഞ പച്ചക്കള്ളങ്ങൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ തൊട്ടിട്ടില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് അയ്യപ്പന്റെ 1 ഗ്രാം സ്വർണത്തെ പോലും ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഇയാൾ വിളിച്ചു പറഞ്ഞത് എന്തിനാണ്? സഖാവ് എ പത്മകുമാർ തനിഷ്ടപ്രകാരം ഇത് ചെയ്യും എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല, ജനങ്ങളും പറയുന്നില്ല. പക്ഷേ സഖാവിനെ കൊണ്ട് ഇത് മേലാളന്മാർ, CPM-ലെ മേലാളന്മാർ ചെയ്യിച്ചതാണ്. പേരൊക്കെ നമുക്കറിയാം. കൃത്യമായി തന്നെ ചെയ്യിച്ചതാണ്, പറഞ്ഞു ചെയ്യിച്ചതാണ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. പത്മകുമാർ സഖാവിനും വാസു സഖാവിനും ഈ പറഞ്ഞ എൻ വിജയകുമാർ സഖാവിനും അടക്കം കോടികൾ കിട്ടിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഒരു ചട്ടുകം മാത്രം, അയാൾക്കും കിട്ടിയിട്ടുണ്ട് കോടികൾ. അയാളെ മുൻനിർത്തിയായിരുന്നല്ലോ കളി മുഴുവൻ. പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞു പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടി എടുത്തു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിനോട് CPM-ന് താല്പര്യമില്ല. കാരണം ഇവർക്കെതിരെ നടപടി എടുത്തു എന്ന് എടുക്കാൻ സാധ്യതയുണ്ട് എന്നോ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അവർ ഉള്ളതെല്ലാം വിളിച്ചു പറയും. അങ്ങ് മുകളിലിരിക്കുന്ന, അങ്ങ് സൂര്യനെ പോലെ ഇരിക്കുന്ന സഖാക്കളൊക്കെ തന്നെ വിവരമായി. ദൈവത്തെ പോലെ ഇരിക്കുന്ന എന്നൊക്കെയാണ് പത്മകുമാർ സഖാവ് എന്ന് പറഞ്ഞത്. ദൈവം, ഈശ്വരാംശം, ഞാൻ വിശ്വാസിയാണ്, ഈശ്വരാംശം അങ്ങനെ പാടില്ല എന്നൊക്കെ. എന്ത് ഈശ്വരൻ? ഈശ്വരനാരാന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഈശ്വരനാരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പത്മകുമാറിന്റെയും ഗോവിന്ദ മാഷിന്റെയും ഒക്കെ ദൈവം ആരാന്ന് നമുക്കറിയാം. അപ്പൊ ആ ദൈവം പറഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ദൈവം പറയുന്നതാണോ ഇതൊക്കെ ചെയ്യുന്നത്? ദൈവം എന്ന് പറയുന്ന സങ്കല്പം അത് പത്മകുമാർ സഖാവിന് അതാരാണ്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറെ കള്ളങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊക്കെ തന്നെ SIT പൊളിച്ചെടുക്കി, കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. എല്ലാവരെ കുറിച്ചുമുള്ള വിശദാംശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതിനിടയ്ക്കാണ് ഇപ്പോൾ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി, KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം സുപ്രീം കോടതിയിലൊക്കെ പോയിരിക്കുകയാണ് ചില പരാമർശങ്ങൾ നീക്കാനായിട്ട്. അതിനിടയ്ക്ക് കടകംപള്ളി ഇടയ്ക്ക് പറഞ്ഞു സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കരുത് എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷേ സഖാവ് പത്മകുമാറിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ചതാണ് എന്നുള്ള കാര്യം ഉറപ്പ്. ഇനി നടപടി എടുത്താൽ എന്തേ നടപടി എടുക്കാൻ സാധ്യതയുണ്ടെന്നോ ആലോചനയുണ്ടെന്നോ പോലും പറയാത്തത്? അത് പത്രത്തിൽ വരും, ജയിലിൽ പത്രം കിട്ടും, വൈകുന്നേരമേ കിട്ടുകയുള്ളൂ എന്നാണ്. രാവിലെ ഉദ്യോഗസ്ഥരൊക്കെ വായിച്ച് വൈകുന്നേരം തടവുപുള്ളികൾക്ക് പത്രം കിട്ടുള്ളൂ. വായിക്കും. അപ്പൊ നടപടി എടുക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉള്ളതെല്ലാം വിളിച്ചു പറഞ്ഞാൽ ഈ മേലാളന്മാരും ദൈവവും സഖാക്കളും വലിയ സഖാക്കളും ഒക്കെ കുടുങ്ങില്ലേ? ആദ്യം പറഞ്ഞു SIT-യുടെ അന്വേഷണം തൃപ്തികരമല്ല, അല്ലെങ്കിൽ SIT ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതായത് അവരെ നിയന്ത്രിക്കാൻ നോക്കി. ഒരു സഖാവുണ്ട്, പ്രധാനപ്പെട്ട ഒരു സഖാവ്, അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വാർത്തയിൽ നൽകും കേട്ടോ, നേരത്തെ പറഞ്ഞതാണ്. അപ്പം ആ നിയന്ത്രണം കൈവിട്ട് പോയി കഴിഞ്ഞപ്പോൾ ED അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അതിനുശേഷം എന്താണ് ഇപ്പോൾ CBI വേണ്ട എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുക്കാനിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. CBI കേസെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ച് ഹൈക്കോടതിയിൽ കത്ത് കൊടുത്തു കഴിഞ്ഞു. പത്മകുമാർ സഖാവ് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എങ്കിൽ, ഈ ഈച്ച് ആൻഡ് എവരിതിങ് ചെയ്തത് എങ്കിൽ, പത്മകുമാർ സഖാവിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാണ് എന്നുകൂടി N ഹരികുമാർ ഒന്ന് പറയണം. അദ്ദേഹത്തിന് അറിയാമായിരിക്കും, ഇപ്പൊ പറയില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും വഴിയുള്ള അന്വേഷണത്തിൽ കണ്ടുപിടിച്ചുകൊള്ളും. ഇവിടെ അയ്യപ്പന്റെ മുതൽ കെട്ടുകൊണ്ടുപോയവൻ, ദൈവത്തിന്റെ മുതൽ അടിച്ചുകൊണ്ടുപോയവന്മാരൊന്നും നേരാമണ്ണം എളിഞ്ഞ് വഴിയിലൂടെ നടന്നിട്ടില്ല, നടക്കുകയുമില്ല, നടക്കാനൊട്ട് പറ്റുകയുമില്ല. ജനങ്ങളും അതിന് സമ്മതിക്കില്ല, ഭക്തജനങ്ങളും വിശ്വാസികളും അതിന് സമ്മതിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ പ്രശ്നമാണ് എന്നൊക്കെ അങ്ങനെ ചില ജില്ലാ കമ്മിറ്റി മീറ്റിംഗിലും സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗിലും ഒക്കെ ചർച്ചകൾ നടന്നു. കാരണം ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് വലിയ വിഷയമായിരുന്നു. പക്ഷെ പറയുന്നത് പന്തളത്ത് ഞങ്ങൾ ജയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ജയവും തോൽവിയും ഒക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കട്ടുകൊണ്ടുപോയ, ഈ കോടിക്കണക്കിന് രൂപയുടെ മറിച്ച് വിറ്റ, വിദേശത്തേക്ക് വരെ കടത്തിയെന്ന് സംശയിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ സഖാവിനെ കൊണ്ട്, സഖാവ് എ പത്മകുമാറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ആരാണ് എന്ന് ഉടൻ തന്നെ തെളിഞ്ഞേ പറ്റൂ.